ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനാ ഭാഗം സങ്കീർത്തനങ്ങൾ 88 മുതൽ 90 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 89 സങ്കീർത്തനം 1 വാക്യം. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. സങ്കീർത്തനങ്ങൾ 3 പുസ്തകത്തിൻ്റെ ഉപസംഹാരമാണ് ഈ കവിത. പ്രവാസകാലത്തോ അതിനുശേഷമോ ആകാം ഈ സങ്കീർത്തനം രചിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. എസ്രാഹ്യനായ ഏഥാൻ എഴുതിയ ഈ സങ്കീർത്തനം വലിയ സങ്കീർത്തനങ്ങളിലൊന്നായിട്ടാണ് കരുതപ്പെടുന്നത്. സങ്കീർത്തനങ്ങൾ 88 രചയിതാവായ ഹേമാനും ഈ സങ്കീർത്തനം രചിച്ച ഏഥാനും 1 ദിനവൃത്താന്തം 15 അധ്യായം 17, 19 വാക്യങ്ങളിൽ പറയുന്നതനുസരിച്ച് ലേവിയുടെ പുത്രന്മാരായ കെഹാത്തിൻ്റെയും മെരാരിയുടെയും കുടുംബത്തിൽപ്പെട്ടവരും ആലയത്തിലെ ഗായക സംഘത്തിൽ ഉൾപ്പെട്ടവരുമായിരുന്നു. മറ്റു പല സങ്കീർത്തനങ്ങളും ദുഃഖത്തിൽ ആരംഭിച്ച് സന്തോഷത്തിൽ അവസാനിക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ ഈ സങ്കീർത്തനം സന്തോഷത്തിൽ ആരംഭിച്ച് പരാതികളോടും അപേക്ഷയോടും കൂടെയാണ് അവസാനിക്കുന്നത്. ഈ സങ്കീർത്തനത്തിലെ ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവത്തിൻ്റെ ദയയും ദാവീദിൻ്റെ സിംഹാസനവും. ദൈവത്തിൻ്റെ പരമാധികാരത്തെയും നിസ്തുലതയെയും വർണ്ണിക്കുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൃപ എന്നതിന് ഉതിർന്നു പോകാത്ത സ്നേഹമെന്നും വിശ്വസ്തത എന്നുമൊക്കെയാണ് അർത്ഥങ്ങൾ. ഇത്തരത്തിൽ ഉതിർന്നു പോകാത്ത സ്നേഹത്താൽ ദാവീദിൻ്റെ സന്തതിയെ സ്ഥിരമാക്കുകയും ആ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കുകയും ചെയ്യും എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ദയയെ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കയാൽ ദാവീദിൻ്റെ സിംഹാസനത്തെയും ഉറപ്പിക്കും എന്ന ഒരു വലിയ ഉറപ്പാണ് നൽകുന്നത്. ഇത്തരത്തിൽ വാഗ്ദത്തം പാലിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ അവൻ നമ്മോട് കാണിക്കുന്ന ദയ നാം ഒരിക്കലും മറന്നു പോകുവാനായിട്ട് പാടില്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ തലമുറയെ അതിജീവിക്കുന്നതുമാണ്. ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു എക്സ്പയറി ഡേറ്റ് അഥവാ കാലപരിധി ഇല്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. രണ്ടാമതായിട്ട്, വൈതരണിയുടെ മധ്യത്തിലെ വിശ്വാസത്തിൻ്റെ ആഴപ്പെടൽ. 38 മുതലുള്ള വാക്യങ്ങളിൽ ദാവീദിനോട് ചെയ്തിട്ടുള്ള നിയമം പിന്നീട് ഉപേക്ഷിക്കുകയും തള്ളിക്കളയുകയും ദൈവകോപം അവിടെ ഉണ്ടാകുന്നതായിട്ടും നാം കാണുന്നു. രാജാവിന് സംഭവിച്ച അപജയത്തെയും തകർച്ചയെയും ഒക്കെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. മഹത്വ കിരീടം തറയിൽ വീണ് ചവിട്ടിപ്പോകുന്നു. ശത്രുക്കൾ വിജയം പ്രാപിക്കുന്നു. സുരക്ഷിതത്വത്തിൻ്റെ വേലികളും അതിരുകളും ദൈവം തന്നെ പറിച്ചു കളയുന്ന അനുഭവം. തുടർന്ന് 46 മുതലുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ ഒരു വലിയ ആഴപ്പെടൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവസാനം എന്തു പ്രശ്നങ്ങൾ വന്നാലും ഏത് വൈതരണിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നതായിട്ട് കാണുന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും വൈതരണികളുടെ മധ്യത്തിൽ വിശ്വാസത്തിൽ നിൽക്കുവാനോ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുവാനോ നമുക്ക് സാധിക്കുമോ? ഏതു സാഹചര്യത്തിലും യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാനായി നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ പലതാണല്ലോ. അതിന് മധ്യത്തിൽ ഉറച്ച വിശ്വാസത്തോടെ മുന്നേറുവാനും യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാനും ഞങ്ങൾ ഏവരെയും ശക്തീകരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.